ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്നേഹപൂർവ്വം അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 84-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കൃപയാൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നു. 2025 നമ്മെ വിട്ടുപോകുന്ന ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ ഒരിക്കലൂടെ കർത്താവ് തരുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യേണ്ടതിന് ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ അനേക വിഷയങ്ങൾ നാം ഓർക്കുകയായിരുന്നു. അതിൽ ഒടുവിലായിട്ട് നമ്മൾ ഓർത്തത് ഇസ്രായേൽ മക്കൾ മറ്റുള്ളവരെ പോലെ തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിന് കാരണമായി അവർ ഉയർത്തിക്കാണിച്ചത് ശമൂവേലിന്റെ പുത്രന്മാരുടെ ആ ന്യായപാലകന്മാരുടെ ജീവിതത്തിൻ്റെ ക്രമംകെട്ട വിഷയങ്ങളായിരുന്നു. ദൈവത്താൽ ആക്കി വയ്ക്കപ്പെടാതിരുന്ന ശമൂവേലിന്റെ പുത്രന്മാർ അവർ ദൈവജനത്തിന് മുൻപിൽ ഒട്ടും സ്വീകാര്യരായിരുന്നില്ല. എന്നാൽ അതിനെ മറയാക്കിക്കൊണ്ട് ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ അവർക്കൊരു രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുകയാണ്. അവരതല്ലായിരുന്നു ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ടിയിരുന്നത് ദൈവമുഖത്തേക്ക് നോക്കി ദൈവം ഞങ്ങളെ വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ മറ്റ് ജാതികളെ പോലെയാകുവാൻ ശ്രമിക്കുന്നു. ശമൂവേൽ പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം പറയുന്ന വിഷയം അവരുടെ അപേക്ഷ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ദൈവം അനുവാദകീഷ്ടമാണ് നൽകിയത്. ദൈവത്തിൻ്റെ ഹിതത്തിൽ പെട്ട വിഷയമായിരുന്നില്ല അത്. ദൈവം എന്നും ആഗ്രഹിച്ചത് ദൈവം തന്നെ അവരെ ഭരിക്കുന്ന, ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴെ വഴി നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവർക്ക് അതിന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെ നടത്തുവാൻ പോകുന്ന രാജാക്കന്മാർ ചെയ്യുവാൻ പോകുന്ന തെറ്റായ കാര്യങ്ങൾ, അവർ മുഖാന്തരമുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, അതിൻ്റെ ഭാരങ്ങളെല്ലാം വളരെ വ്യക്തമായി സ്വർഗത്തിലെ ദൈവം പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ആ വാക്കുകൾ കേൾപ്പാൻ മനസ്സിലായിരുന്നു. അവർ ദൈവഹിതത്തിന് വിപരീതമായി നിന്നുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ അവരാഗ്രഹിച്ച കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ചരിത്രമാണ് 8-ാം അധ്യായത്തിൽ ദുഃഖത്തോടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വർഷം കടന്നുപോകുന്ന ഈ സമയത്ത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴെ താണിരിക്കുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ലോകം വെച്ച് നീട്ടുന്ന അപ്പകഷ്ണങ്ങൾക്ക് പിന്നാലെ പോയാൽ, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പിന്നാലെ പോയാൽ, ലോകത്തിൻ്റെ താൽക്കാലികമായ നേട്ടങ്ങൾ നമ്മെ തേടിയെത്തിയെന്ന് വന്നേക്കാം. എന്നാൽ ഒടുവിൽ നിരാശയാണ് ഫലം. 2025 ദൈവത്തെ കൂടാതെ അങ്ങ് എന്ത് നേടി? ദൈവിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്നത് കൊണ്ട് അങ്ങക്ക് എന്ത് നേട്ടമുണ്ടായി? ഒരുപക്ഷെ ഭൗതികമായ ചിലത് അങ്ങ് നേടിയിട്ടുണ്ടാവാം. എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം മുൻപാകെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ താങ്കൾക്ക് നേരെ നിൽക്കുവാൻ കഴിയുമോ? താങ്കളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? പ്രിയ ദൈവ പൈതലേ, ഒരു പുനർവിചിന്തനത്തിനുള്ള സമയമാണിത്. ഒരു വർഷം തീരുമ്പോൾ ദൈവിക ക്രമത്തിലേക്ക് തിരികെ വരുവാൻ സ്വർഗം അങ്ങേ ആഹ്വാനം ചെയ്യുന്നു. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ ദർശിക്കുവാൻ കഴിയും. ഒന്നാമത്തെ വിഷയം കർത്താവ് അവിടെ പറയുന്നത് എന്താണ്? നോക്കുക, 18-ാം വാക്യത്തിൽ
നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. രാജാക്കന്മാർ നിങ്ങൾ ഭരിക്കുമ്പോൾ അവർ നിമിത്തം നിങ്ങൾ നിലവിളിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴെ ഈ നിലവിളിയുടെ ശബ്ദമില്ല. ദൈവം എന്നെ വഴി നടത്തുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങൾക്കും ദൈവം മതിയായവനാണ് എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ മനസ്സിലാക്കുമ്പോൾ, അവിടെ കരയുന്നത് നന്ദിയുടെ കണ്ണീർ കണങ്ങൾ വരുന്നത് മാത്രമാണ്. അവിടെ ദൈവത്തോട് പരാതിക്കല്ല സ്ഥാനമുള്ളത്, മറിച്ച് സകലത്തെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന, ജീവിതത്തിൻ്റെ കറുത്ത രാത്രികളിൽ ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നാം ചിന്തിക്കാത്ത അനേക ദുഃഖങ്ങൾ നമുക്ക് വരുമ്പോൾ അതിൻ്റെ മധ്യയിലും ദൈവത്തിൻ്റെ സമാധാനം തരുന്ന ആ വലിയ അനുഭവത്തിൻ്റെ കീഴെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്ന ജീവിതമാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ നോക്കുക, ദൈവം വ്യക്തമായി അവരോട് പറയുകയാണ്, നിങ്ങൾ ചോദിക്കുന്ന രാജാവിനെ ഞാൻ തരാം, അതെൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടതല്ല, നിങ്ങളുടെ നിർബന്ധം മൂലം ഞാനത് തരാം. എന്നാൽ അന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിലവിളിക്കും. അന്ന് നിങ്ങൾക്ക് അനേക ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അവിടെയും അവർ തിരികെ വരുവാൻ മനസ്സ് കാണിച്ചില്ല. 18-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ശ്രദ്ധിക്കുക. തുടർന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവയെന്ന് ഉത്തരം അരുളുകയില്ല. ദൈവം മൗനമായിരിക്കും. ദൈവത്തിൻ്റെ ഹിതത്തെ തള്ളി, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ പുറം തിരിഞ്ഞു നിന്ന് ദൈവത്തോട് മത്സരിച്ച് രാജാവിനെ ചോദിച്ചു വാങ്ങിക്കുമ്പോൾ അവൻ മുഖാന്തരം ഉണ്ടാകുന്ന കണ്ണുനീരിൻ്റെ സമയത്ത് നിങ്ങൾ നിലവിളിക്കും. അന്ന് ഞാൻ ഉത്തരം അരുളുകയില്ല. ദൈവം തൻ്റെ കാതുകൾ അടച്ചു കളയുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവഹിതമല്ലാത്തത് മനഃപൂർവ്വം ചെയ്യുമ്പോൾ, മനഃപൂർവ്വമായ പാപങ്ങളിലേക്ക് വഴുതി വീഴുമ്പോൾ അതിന് ദൈവം ഉത്തരവാദിയല്ല, ദൈവജനം ഉത്തരവാദിയല്ല, ദൈവദാസന്മാർ ഉത്തരവാദിയല്ല. അതേത് വിഷയത്തിലും നീ മനഃപൂർവ്വമായി കർത്താവിൻ്റെ ഹിതത്തിന് പുറം തിരിഞ്ഞു നിന്നിട്ട് നീ ഒടുവിൽ കരയുവാൻ വരുമ്പോൾ ഈ വാക്ക് കൂടെ ചേർത്ത് കേട്ടോണം, കർത്താവ് ഉത്തരമരുളുകയില്ല. അവിടുത്തെ കാത് അടച്ചു കളയും. ആ ദുഃഖകരമായ വസ്തുത ജീവിതത്തിൽ വരാതിരിപ്പാൻ ഈ വർഷം തീരുന്ന ഒടുവിലത്തെ നിമിഷങ്ങളിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവിൻ്റെ മുൻപാകെ നെടുമ്പാട് വീഴുവാൻ കഴിയണം. ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, എന്നോട് മനഃപൂർവ്വമായി അങ്ങ് ക്ഷമിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ കുറവുകളെ ഞാൻ സമ്മതിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം അങ്ങ് കേൾക്കണമേ കർത്താവേ. ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് എൻ്റെ എല്ലാ കുറവുകളും സമ്മതിച്ചുകൊണ്ട് എനിക്കൊന്നും തിരിച്ചു പറയാനില്ലാതെ ഞാൻ പഞ്ചപുച്ഛമടക്കി അവിടുത്തെ മുൻപാകെ നെടുമ്പാട് വീഴുന്നു. എന്നെ സഹായിക്കണമേ. എത്ര പേർക്ക് ഇത് പ്രാർത്ഥിപ്പാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ വർഷം തീരുമ്പോൾ കർത്താവിൻ്റെ ഹിതത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നവരായി നമുക്ക് ജീവിക്കാം. അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏത് കാര്യത്തെയും ദൈവത്തിൻ്റെ കരങ്ങൾ നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കും. മനഃപൂർവമായ കാര്യങ്ങൾ ഏറ്റുപറയണം. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ഓരോ കുറവുകളും ഏറ്റുപറയണം. ഈ വർഷം തീരുമ്പോൾ ഈ നല്ല ചിന്ത വചനത്തിൻ്റെ ചിന്തയാൽ അങ്ങ് ഭരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാം. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.